സഹോദരരെ, സാമുവേലിൻ്റെ രണ്ടാം പുസ്തകം. സാവൂളിൻ്റെ മരണവാർത്ത. 1-ാം അധ്യായം. സാവൂളിൻ്റെ മരണത്തിന് ശേഷം ദാവീദ് അമലേക്യരെ കീഴടക്കി മടങ്ങി വന്നു സിക്ലാഗിൽ 2 ദിവസം പാർത്തു. 3-ാം ദിവസം സാവൂളിൻ്റെ പാളയത്തിൽ നിന്ന് ഒരാൾ വസ്ത്രം കീറിക്കൊണ്ട് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടും ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോന്നിരിക്കുകയാണ് എന്ന് അവൻ മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, എന്തുണ്ടായി, പറയൂ. അവൻ മറുപടി പറഞ്ഞു, നമ്മുടെ സൈന്യം തോറ്റോടി, ഒട്ടേറെ പേർ മരിച്ചു വീണു, സാവൂളും മകൻ ജോനാഥനും കൊല്ലപ്പെട്ടു. ദാവീദ് അവനോട് ചോദിച്ചു, സാവൂളും ജോനാഥനും മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞു, യാദൃച്ഛ്യ ഞാൻ ഗിൽബോവ കുന്നിലെത്തി. അവിടെ സാവൂൾ കുന്തമൂന്നി നിൽക്കുന്നതും ശത്രുക്കളുടെ രഥങ്ങളും കുതിരപ്പടയും അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതും ഞാൻ കണ്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ വിളി കേട്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? ഒരു അമലേക്യന്. ഞാൻ മറുപടി പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, വന്നെന്നെ കൊല്ലുക, ഞാനിതാ വേദന കൊണ്ട് നീറുന്നു, എൻ്റെ പ്രാണൻ വിട്ടു പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് അവനെ വധിച്ചു. അവൻ വീണുപോയാൽ മരിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. അവൻ ധരിച്ചിരുന്ന കിരീടവും തോൾവളയും ഞാൻ എടുത്തു. ഇതാ അവ അങ്ങയുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദാവീദ് ദുഃഖാതിരേകത്താൽ വസ്ത്രം കീറി, കൂടെയുള്ളവരും അങ്ങനെ ചെയ്തു. സാവൂളും മകൻ ജോനാഥനും കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ കുടുംബാംഗങ്ങളും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിനാൽ അവർ ദുഃഖിച്ച് വിലപിക്കുകയും സന്ധ്യ വരെ ഉപവസിക്കുകയും ചെയ്തു. വിവരം പറഞ്ഞ യുവാവിനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഇവിടെ വന്ന് പാർക്കുന്ന ഒരു അമലേക്യനെന്ന് അവൻ ഉത്തരം നൽകി. ദാവീദ് അവനോട് ചോദിച്ചു, കർത്താവിൻ്റെ അഭിഷിക്തനെ വധിക്കാൻ കൈ നീട്ടുന്നതിന് നീ എങ്ങനെ ധൈര്യപ്പെട്ടു? ദാവീദ് സേവകരിൽ ഒരുവനെ വിളിച്ച് അവനെ കൊന്നുകളയുക എന്ന് ആജ്ഞാപിച്ചു. അവൻ ആ അമലേക്യനെ വധിച്ചു. ദാവീദ് അമലേക്യനോട് പറഞ്ഞു, നിന്റെ രക്തത്തിന് ഉത്തരവാദി നീ തന്നെ. കർത്താവിൻ്റെ അഭിഷിക്തനെ ഞാൻ കൊന്നുവെന്ന് നിന്റെ വായ് കൊണ്ട് തന്നെ നീ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞുവല്ലോ. ദാവീദിൻ്റെ വിലാപം. സാവൂളിനെയും മകൻ ജോനാഥനെയും കുറിച്ച് ദാവീദ് ഒരു വിലാപഗാനം പാടി യൂദാജനങ്ങളെ അത് പഠിപ്പിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. യാഷറിൻ്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലേ, നിന്റെ മഹത്വം നിന്റെ ഗിരികളിൽ നിഹിതമായി ശക്തന്മാർ നിപതിച്ചതെങ്ങനെ? ഗത്തിൽ ഇത് പറയരുതേ, അഷ്കലോൻ തെരുവുകളിൽ ഇത് പ്രസിദ്ധമാക്കരുതേ. ഫിലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കാതിരിക്കാനും വിജാതീയ പുത്രിമാർ ആർപ്പിടാതിരിക്കാനും തന്നെ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ നിലങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്തെന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിൻ്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹിതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിൻ്റെ വാൾ വൃഥാ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും. ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. കഴുകനേക്കാൾ വേഗമുള്ളവർ, സിംഹത്തേക്കാൾ ബലമുള്ളവർ. ഇസ്രായേൽ പുത്രിമാരെ, സാവൂളിനെ ചൊല്ലി കരയുവിൻ. അവൻ നിങ്ങളെ മോടിയായി കടും ചെമപ്പൊടുപ്പിച്ചു, ആടകളിൽ പൊന്നാഭരണമണിയിച്ചു. യുദ്ധത്തിൽ ശക്തന്മാർ വീണതെങ്ങനെ? നിന്റെ ഗിരികളിൽ ജോനാഥൻ വധിക്കപ്പെട്ടു കിടക്കുന്നു. സോദരാ, ജോനാഥൻ നിന്നെയോർത്ത് ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. എന്നോടുള്ള നിന്റെ സ്നേഹം സ്ത്രീകളുടെ പ്രേമത്തെക്കാൾ അഗാധമായിരുന്നു. ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നുപോയതും എങ്ങനെ? ദാവീദ് അഭിഷിക്തൻ. 2-ാം അധ്യായം. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, യൂദായയിലെ ഏതെങ്കിലും നഗരത്തിലേക്ക് ഞാൻ പോകണമോ? പോകൂ, കർത്താവ് മറുപടി നൽകി. ദാവീദ് വീണ്ടും ചോദിച്ചു, ഏത് നഗരത്തിലേക്കാണ് പോകേണ്ടത്? ഹെബ്രോണിലേക്ക്. അവിടുന്ന് അരുളി ചെയ്തു. ദാവീദ് അങ്ങോട്ട് പോയി. ജസ്രേൽക്കാരി അഹിനോവാം, കാർമൽക്കാരൻ നബാലിൻ്റെ വിധവ അബിഗായിൽ എന്നീ 2 ഭാര്യമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ തൻ്റെ ആളുകളെയും സകുടുംബം കൊണ്ടുപോയി. അവർ ഹെബ്രോണിൻ്റെ ചുറ്റുമുള്ള പട്ടണങ്ങളിൽ പാർത്തു. യൂദായിലെ ജനങ്ങൾ വന്ന് ദാവീദിനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു.
യാബേഷ് ഗിലെയാദിലെ ആളുകളാണ് സാവൂളിനെ സംസ്കരിച്ചതെന്ന് അവർ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് ദൂതന്മാരെ അയച്ച് യാബേഷ് ഗിലെയാദിലെ ആളുകളോട് പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രാജാവായ സാവൂളിൻ്റെ ശവസംസ്കാരം നടത്തി അവനോട് നിങ്ങൾ ഇത്രയും ദയ കാണിച്ചിരിക്കുന്നുവല്ലോ. കർത്താവ് നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനനായ സാവൂൾ മരിച്ചു, യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നേറിൻ്റെ മകനും സാവൂളിൻ്റെ സൈന്യാധിപനുമായ അബ്നേർ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിനെ മഹാനയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അബ്നേർ അവനെ ഗിലെയാദ്, ആഷേർ, ജസ്രയേൽ, എഫ്രായിം, ബെഞ്ചമിൻ തുടങ്ങി ഇസ്രായേൽ മുഴുവനിലും രാജാവായി വാഴിച്ചു. രാജാവാകുമ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിനു 40 വയസ്സായിരുന്നു. അവൻ 2 വർഷം ഭരിച്ചു. എന്നാൽ യൂദാഭവനം ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് യൂദാഭവനത്തിൽ രാജാവായി ഹെബ്രോണിൽ 7 വർഷവും 6 മാസവും ഭരിച്ചു. നേറിൻ്റെ മകൻ അബ്നേറും സാവൂളിൻ്റെ മകനായ ഇഷ്ബോഷേത്തിൻ്റെ ദാസന്മാരും മഹാനയിമിൽ നിന്ന് ഗിബിയോനിലേക്ക് പോയി. സെരൂയായുടെ മകൻ യോവാബും ദാവീദിൻ്റെ ഭൃത്യന്മാരും ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ കണ്ടുമുട്ടി. അവർ കുളത്തിനിരുവശത്തായി ഇരുന്നു. അബ്നേർ യോവാബിനോട് പറഞ്ഞു, യുവാക്കൾ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ പയറ്റി നോക്കട്ടെ. അങ്ങനെയാകട്ടെ. യോവാബ് പ്രതിവചിച്ചു. സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിൻ്റെ ഭാഗത്തുനിന്ന് ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട 12 പേർ എഴുന്നേറ്റ് ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 12 പേരുമായി ഏറ്റുമുട്ടി. ഓരോരുത്തനും എതിരാളിയെ തലയ്ക്ക് പിടിച്ച് അവൻ്റെ പള്ളയ്ക്ക് വാൾ കുത്തി ഇറക്കി. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് മരിച്ചു വീണു. അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂറീം എന്ന് പേരുണ്ടായി. അന്നത്തെ യുദ്ധം അത്യുഗ്രമായിരുന്നു. ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ മുൻപിൽ അബ്നേറും ഇസ്രായേൽക്കാരും തോറ്റോടി. യോവാബ്, അബിഷായി, അസഹേൽ ഇങ്ങനെ സെരൂയായുടെ 3 പുത്രന്മാരും അവിടെ ഉണ്ടായിരുന്നു. അസഹേൽ കാട്ടുമാനിനെ പോലെ ശീഘ്രഗാമിയായിരുന്നു. അസഹേൽ ഇടം വലം തിരിയാതെ അബ്നേറിനെ പിന്തുടർന്നു. അബ്നേർ പിറകോട്ട് തിരിഞ്ഞു ചോദിച്ചു, ഇത് നീയോ അസഹേലേ? അതെ, ഞാൻ തന്നെ, അവൻ പറഞ്ഞു. അബ്നേർ അവനോട് പറഞ്ഞു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് യോദ്ധാക്കളിൽ ആരെയെങ്കിലും കൊള്ളയടിച്ചു കൊള്ളുക. എന്നാൽ അസഹേൽ പിന്മാറാതെ അവനെ പിന്തുടർന്നു. അബ്നേർ അസഹേലിനോട് വീണ്ടും പറഞ്ഞു, എന്നെ പിന്തുടരുന്നത് മതിയാക്കൂ. ഞാൻ നിന്നെ എന്തിനു കൊല്ലണം? ഞാൻ നിൻ്റെ സഹോദരൻ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നിട്ടും അവൻ വിട്ടുമാറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് അബ്നേർ തൻ്റെ കുന്തത്തിൻ്റെ പിൻഭാഗം കൊണ്ട് അവൻ്റെ വയറിനു കുത്തി. വയറ് തുളച്ച് കുന്തം പുറത്തു ചാടി. അവൻ അവിടെ തന്നെ മരിച്ചു വീണു. അവിടെ എത്തിയവരെല്ലാം സ്തബ്ധരായി നിന്നുപോയി. എന്നാൽ യോവാബും അബിഷായിയും അബ്നേറിനെ പിന്തുടർന്നു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ ഗിബയോൻ മരുഭൂമിയിലേക്കുള്ള വഴിമധ്യേ കിടക്കുന്ന ഗീയായുടെ മുൻപിൽ സ്ഥിതി ചെയ്യുന്ന അമ്മാനിൽ നിലയുറപ്പിച്ചു. അബ്നേർ യോവാബിനോട് വിളിച്ചു പറഞ്ഞു, നാം എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമോ? അവസാനം കൈപ്പേറിയതായിരിക്കുമെന്ന് നിനക്കറിഞ്ഞുകൂടെ? സഹോദരന്മാരെ അനുധാവനം ചെയ്യരുതെന്ന് നിൻ്റെ ആൾക്കാരോട് ആജ്ഞാപിക്കാൻ ഇനി വൈകണമോ? യോവാബ് മറുപടി നൽകി, നീ ഇത് പറയാതിരുന്നെങ്കിൽ എൻ്റെ ആൾക്കാർ നാളെ രാവിലെ വരെ നിങ്ങളെ പിന്തുടരുമായിരുന്നു എന്ന് ജീവനുള്ള ദൈവത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ യോവാബ് കാഹളമൂതി ആളുകൾ നിന്നു. അവർ പിന്നെ ഇസ്രായേൽക്കാരെ അനുധാവനം ചെയ്യുകയോ അവരോട് പൊരുതുകയോ ചെയ്തില്ല. അബ്നേറും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവൻ അരബാ വഴി നടന്ന് അവർ ജോർദാൻ കടന്ന് പിറ്റേ ദിവസം ഉച്ചവരെ യാത്ര ചെയ്തു മഹാനയിമിയിലെത്തി. അബ്നേറിനെ പിന്തുടരുന്നത് മതിയാക്കി യോവാബ് തിരിച്ചു പോന്നു. അവൻ തൻ്റെ ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ അസഹേലിനെ കൂടാതെ ദാവീദിൻ്റെ ഭൃത്യന്മാരിൽ 19 പേർ കുറവുണ്ടായിരുന്നു. ദാവീദിൻ്റെ സേവകരാകട്ടെ അബ്നേറിൻ്റെ ആളുകളായ ബെഞ്ചമിൻ ഗോത്രക്കാരിൽ 320 പേരെ വധിച്ചിരുന്നു. അവർ അസഹേലിനെ ബത്ലഹേമിൽ അവൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും ആളുകളും രാത്രി മുഴുവൻ നടന്ന് നേരം പുലർന്നപ്പോൾ ഹെബ്രോണിലെത്തി.
സാവൂളിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. 3-ാം അധ്യായം. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിൻ്റെ പുത്രന്മാർ. ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രൽക്കാരി അഹിനോവാമിൽ ജനിച്ച അമ്നോൻ ആയിരുന്നു ഒന്നാമൻ. കാർമൽക്കാരൻ നബാലിൻ്റെ വിധവയായിരുന്നു. അബിഗായിലിൽ ജനിച്ച ഗിലെയാബ് രണ്ടാമനും. മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായുടെ മകൾ മാഖ ആണ്. ഹഗ്ഗത്തിൽ 4-ാമൻ അദോനിയായും, അബിത്താലിയിൽ 5-ാമൻ ഷെഫത്തിയായും, ഭാര്യയായ യഗ്ലായിൽ 6-ാമൻ ഇത്രയാമും ജനിച്ചു. ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിനു ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേറും. സാവൂളിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിൻ്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്ബോഷേത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിൻ്റെ ഉപനാരിയുമായി സഹിച്ചതെന്തിനെ? അപ്പോൾ അബ്നേർ ക്രൂധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ സാവൂളിൻ്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിൻ്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? സാവൂളിൻ്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബേർഷെബ വരെ ഇസ്രായേലിലും യൂദയായിലും ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷേത്തിന് ഒരു വാക്കും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ. എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിൻ്റെ മകൾ മിഖായേലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ മിഖായേലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്ത്യരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷേത്ത് ആളയച്ച് ലായിഷിൻ്റെ മകനും മിഖായേലിൻ്റെ ഭർത്താവുമായ ഫൽത്തിയേലിൻ്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറീം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് പറഞ്ഞു, മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കെട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ. എൻ്റെ ദാസനായ ദാവീദിൻ്റെ കരം കൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെയും മറ്റും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു. ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലെത്തി. അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എൻ്റെ ജനമായ രാജാവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഉടമ്പടി ചെയ്യട്ടെ. അവർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിൻ്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ളവസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നില്ല.
എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നു. നേറിൻ്റെ മകൻ അബ്നേർ രാജാവിൻ്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്തേ? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ, അങ്ങ് അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഉറ്റുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിൻ്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിൻ്റെ സന്നിധിയിൽ നിന്നും പുറത്തു വന്ന യോവാബ് അബ്നേറിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സിറായുടെ കിണറ്റിൻകരയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇത് അറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നോണം യോവാബ് അവനെ പടിവാതിൽക്കലേക്ക് തനിച്ചു കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് തൻ്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു, നേറിൻ്റെ മകൻ അബ്നേറിൻ്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ മുൻപാകെ കുറ്റമില്ല. ഇത് യോവാബിൻ്റെയും അവൻ്റെ പിതൃഭവനത്തിൻ്റെയും മേലായിരിക്കട്ടെ. യോവാബിൻ്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കുന്ന പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ. തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബെയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബീഷായിലും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കൊടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുവിൻ. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു. അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ഭോഷനെ പോലെയല്ലയോ അബ്നേറിന് മരിക്കേണ്ടി വന്നതേ? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടതേ. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്ത് പറഞ്ഞു, സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു. അത് അവരെ തൃപ്തരാക്കി. നേറിൻ്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാനിന്ന് ബലഹീനനാണ്. സെരൂയായുടെ പുത്രന്മാരായ ഇവർ എൻ്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ. ദുഷ്ടനോടെ അവൻ്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ. ഇഷ്ബോഷേത്ത് വധിക്കപ്പെടുന്നു. 4-ാം അധ്യായം. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു. സാവൂളിൻ്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബനായും രേഖാബും. ബെറോയത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോൻ്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബെറോത്ത് ബെഞ്ചമിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബെറോത്യർ ഗിത്തയീമിലേക്ക് ഓടിപ്പോയി ഇന്നുവരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിൻ്റെ മകൻ ജോനാഥനും ഉടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ വളർത്തമ്മ അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ തിടുക്കത്തിലോടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി. മെബിഭോഷത്ത് എന്നായിരുന്നു അവൻ്റെ പേര്. ബറോത്യനായ റിമ്മോൻ്റെ പുത്രന്മാരായ രേഖാബും ബനായും ഇഷ്ബഷോത്തിൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവൻ്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ചുറങ്ങിപ്പോയതുകൊണ്ട് രേഖാബും സഹോദരൻ ബനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷേത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്ന് മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷേത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിൻ്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേത്തിൻ്റെ തല ഇതാ. ഇന്ന് എൻ്റെ യജമാനനെ രാജാവിന് വേണ്ടി കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്യനായ റിമ്മോൻ്റെ മക്കൾ രേഖാബിനോടും ബനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിൽ നിന്നും രക്ഷിച്ച് ജീവിക്കുന്ന കർത്താവാണ്. സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിക്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവൻ്റെ ശുഭവാർത്തയ്ക്കുള്ള എൻ്റെ പ്രതിഫലം.
സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ലേ? അവൻ്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു കളയാതിരിക്കുമോ? ദാവീദ് തൻ്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവനെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷേത്തിൻ്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവ്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്ര ഇസ്രായേലിനെ നയിച്ചത്? എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കുക. എൻ്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായി ഇരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് രാജാവ് അവിടെ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദയെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെ യൂദയായി 33 വർഷവും. രാജാവും സൈന്യവും ജെറുസലേമിലേക്ക് ജബൂസ്യർക്കെതിരെ പുറപ്പെട്ട് ദാവീദിനെ ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവനോട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല. നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദ് സീയോൻ കോട്ട പിടിച്ചടക്കുക തന്നെ ചെയ്തു. ദാവീദിൻ്റെ നഗരമെന്ന് അത് അറിയപ്പെടുന്നു. അന്ന് ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപ്പാത്തിയിൽ കൂടെ കടന്നു ചെല്ലട്ടെ. ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ. അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന ചൊല്ലുണ്ടായി. ദാവീദ് കോട്ടയിൽ താമസമാക്കി. അതിന് ദാവീദിൻ്റെ നഗരം എന്ന് പേരിട്ടു. ദാവീദ് നഗരത്തെ മില്ലോ മുതൽ ഉള്ളിലേക്ക് ചുറ്റും പടുത്തുയർത്തി. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. ടിയർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ ദാവീദിന് കൊട്ടാരം പണിത് കൊടുത്തു. കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം തന്നെ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിന് വേണ്ടി തൻ്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. ഹെബ്രോണിൽ നിന്ന് വന്നതിനു ശേഷം ദാവീദ് ജെറുസലേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. അവന് കൂടുതൽ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജെറുസലേമിൽ വെച്ച് അവന് ജനിച്ചവർ ഇവരാണ്: ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബഹാർ, എലിഷൂവ, നെഫഗ്, ജാഫിയ, എലീഷാമ, എലിയാദ, എലിഫെലേത്ത്. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യർ അവനെതിരെ പുറപ്പെട്ടു. അത് കേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്ത്യരെ തീർച്ചയായും ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽപെരാസീമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എൻ്റെ ശത്രുക്കളെ എൻ്റെ മുൻപിൽ വെച്ച് ചിതറിച്ചു എന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസീം എന്ന് പേരുണ്ടായി. ഫിലിസ്ത്യർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി. ഫിലിസ്ത്യർ വീണ്ടും വന്ന് റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. വളഞ്ഞു ചെന്ന് ബാൾസാ വൃക്ഷങ്ങൾക്കെതിരെ വെച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബാൾസാ വൃക്ഷങ്ങൾക്ക് മുകളിൽ അണിനീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്ന് ആക്രമിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ തകർത്ത് കളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗസേർ വരെ ഫിലിസ്ത്യരെ തുരത്തി. കർത്താവിൻ്റെ പേടകം 6-ാം അധ്യായം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ച് കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമം ധരിക്കുന്ന ദൈവത്തിൻ്റെ പേടകം ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിൻ്റെ പുത്രന്മാരായ ഊസാസയും അഹിയോയും ആണ് ദൈവത്തിൻ്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്.
അഹിയോ പേടകത്തിന് മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവ്വശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിൻ്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നക്കോൻ്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഊസ കൈനീട്ടി ദൈവത്തിൻ്റെ പേടകത്തെ പിടിച്ചു. കർത്താവിൻ്റെ കോപം മൂസായ്ക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിന് നേരെ കൈ നീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു. അവൻ ദൈവത്തിൻ്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പെരേസ് ഉസസ എന്ന് പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഒബാദ് ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഒബാദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഒബാദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവനൊരു കാളയെയും തടിച്ച കിടാവിനെയും ബലി കഴിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപാകെ സർവ്വശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പ് വിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിൻ്റെ പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിൻ്റെ മകൾ മിഖാൽ ജനൽക്കൂടെ നോക്കി ദാവീദ് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവൾ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന കൂടാരത്തിനുള്ളിൽ അതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും 1 കഷ്ണം മാംസവും 1 മുന്തിരിയടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിൻ്റെ മകൾ മിഖാൽ ഇറങ്ങി വന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജാവ് ഇന്ന് തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തൻ്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെപ്പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിൻ്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതേ, കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിൻ്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദ്യനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിൻ്റെ പുത്രി മീഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. നാഥാൻ്റെ പ്രവചനം 7-ാം അധ്യായം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നത് മുതൽ ഇന്ന് വരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരുടെ കൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ടൊരു ആലയം പണിയാത്തതെന്തെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിൻ്റെ മുൻപിൽ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെപ്പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും, നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔരസപുത്രനായനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും.
അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിൻ്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദാവീദിൻ്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവേ, അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവേ, ഇത് അങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസൻ്റെ കുടുംബത്തിൻ്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്ത് പറയാനാവും? ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവും അനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവേ, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്ക് വേണ്ടി അങ്ങ് നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കി അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകൾ അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവേ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനമേ എന്നേക്കും സ്ഥിരപ്പെടുത്തണമേ. അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞാൻ നിൻ്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസൻ ഇത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു ല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം. അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ദാവീദിൻ്റെ വിജയങ്ങൾ. 8-ാം അധ്യായം. കുറച്ചു നാളുകൾക്ക് ശേഷം ദാവീദ് ഫിലിസ്ത്യരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി മെദഗമ്മ അവരിൽ നിന്നും പിടിച്ചെടുത്തു. അവൻ മോവാബ്യരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ടളന്നു 2 ഭാഗത്തെ കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മോവാബ്യർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്തെ തൻ്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ റഹാബിൻ്റെ മകനും രാജാവുമായ ഹദസറിനെയും തോൽപ്പിച്ചു. അവൻ്റെ 1700 കുതിരക്കാരെയും കാലാൾപ്പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെ ഒഴിച്ചു ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി. രാജാവായ ഹദസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയക്കാർ വന്നപ്പോൾ അവരിൽ 20,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ദമാസ്കസിലെ അരാമായിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി. സിറിയക്കാർ ദാവീദിന് സമാന്തരമായി കപ്പം കൊടുത്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിൻ്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ്ണ പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസർ ഭരിച്ചിരുന്ന ബത്തോയിലും ബരോത്തയിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി. ഹദദേസറിൻ്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചത് ചെന്നു ഹമാത്തു രാജാവായ തോയി കേട്ടു. ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിനെ അനുമോദിക്കാനും തോയി തൻ്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു. വെള്ളി, സ്വർണം, ഓട ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു.
ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഏദോമ്യർ, മൊവാബ്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ, അമലേക്യർ തുടങ്ങിയ താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്ന് എടുത്ത വെള്ളിയും പൊന്നും റഹോബിൻ്റെ മകനും സോബാ രാജാവുമായ ഹദസ്രയിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമ്യർ ദാവീദിന് അടിമകളായി. അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തൻ്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. സെരൂയായുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ. അഹിലൂദിൻ്റെ മകൻ യഹോഷാഫാത്ത് നടപടിയെഴുത്തുകാരനും അഹിത്തൂബിൻ്റെ മകൻ സാദോക്കും അബിയാദറിൻ്റെ മകൻ അഹിമലേക്കുമായിരുന്നു പുരോഹിതന്മാർ. സെരായിയ ആയിരുന്നു കാര്യദർശി. യാഹോയിയാദയുടെ മകൻ ബനാനിയ കേത്യർക്കും പെലത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിൻ്റെ പുത്രന്മാർ പുരോഹിതന്മാരും. ദാവീദും മെഫീബോശെത്തും. 9-ാം അധ്യായം. ജോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിൻ്റെ ഭവനത്തിൽ സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നീയാണോ സീബ? ദാവീദ് ചോദിച്ചു. അതെ, അടിയൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. രാജാവ് അവനോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ? ജോനാഥനൊരു മകനുണ്ട്, അവൻ മുടന്തനാണ്. സീബ പറഞ്ഞു. അവൻ എവിടെ? രാജാവ് ചോദിച്ചു. അവൻ ലോഥോബോറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലുണ്ട്. സീബ പറഞ്ഞു. അപ്പോൾ ദാവീദ് ലോഥോബോറിൽ അമ്മിയേലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലേക്ക് ആളയച്ചു അവനെ വരുത്തി. സാവൂളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫീബോശെത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്നു സാഷ്ടാംഗം നമസ്കരിച്ചു. മെഫീബോശെത്ത് ദാവീദ് വിളിച്ചു. അടിയൻ ഇതാ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ചത്ത നായ്ക്ക് തുല്യനായി എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ. മെഫീബോശെത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു. രാജാവ് സാവൂളിൻ്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു. സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിൻ്റെ യജമാനൻ്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം. മെഫീബോശെത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരും ഉണ്ടായിരുന്നു. എൻ്റെ യജമാനനെ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം. സീബ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെപ്പോലെ മെഫീബോശെത്ത് ദാവീദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫീബോശെത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു, മിക്ക. സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫീബോശെത്തിൻ്റെ ദാസന്മാരായിത്തീർന്നു. അങ്ങനെ മെഫീബോശെത്ത് ജെറുസലേമിൽ പാർത്തപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവൻ്റെ 2 കാലിനും മുടന്തായിരുന്നു. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. 10-ാം അധ്യായം. അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവൻ്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവൻ്റെ മകൻ ഹാനൂനോട് ഞാനും ദയ കാണിക്കും. പിതാവിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോന്യരുടെ ദേശത്തെത്തി. എന്നാൽ അമ്മോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിൻ്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അത് കേട്ട് അത്യന്തം അപമാനിതരായ അവരോട് അളച്ചു പറഞ്ഞു, താടി വളരും വരെ യെറീക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ. ദാവീദ് ഇതിൻ്റെ ശത്രു സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോന്യർ ബെത്ത്ഹറോബിലെയും സേബായിലെയും സിറിയക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1000 പേരോടുകൂടെ മാഘാരാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു.
അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റാഹാബിലെയും സിറിയക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിംപ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രുസൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിൻ്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തെരഞ്ഞെടുത്ത് സിറിയക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തൻ്റെ സഹോദരൻ അബീഷായിയുടെ ചുമതലയിൽ ഏൽപ്പിച്ചു. അബീഷായി അവരെ അമ്മോന്യർക്കെതിരെയാണ് നിരത്തി. യോവാബ് അബീഷായിയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്നെന്നെ സഹായിക്കുക. അമ്മോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടി, നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടി നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയക്കാർ തോറ്റോടുന്ന കണ്ടപ്പോൾ അമ്മോന്യരും അബീഷായിയുടെ മുൻപിൽ നിന്ന് ഓടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്ന് കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ച് കൂടി ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയക്കാരെ വരുത്തി. ഹദദേസറിൻ്റെ സൈന്യാധിപനായ ഷോബക്കിൻ്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയക്കാർ ദാവീദിനെതിരെയാണ് നിരന്ന് യുദ്ധം ചെയ്തു. സിറിയക്കാർ ഇസ്രായേലിൻ്റെ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബാക്ക് മുറിവേറ്റ് അവിടെ വെച്ചും മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹദദേസറിൻ്റെ സമാന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി. അതിനുശേഷം അമ്മോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി. 10-ാം അധ്യായം തീർന്നു. ദാവീദും ബത്ഷേബയും 11-ാം അധ്യായം. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്തെ ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്നന്വേഷിച്ചു. ഏലിയാമിൻ്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ഷേബയാണ് അവളെന്നറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിനൊരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എൻ്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്നും പോയി രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞ് വരുകയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്തേ? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദയായും യുദ്ധരംഗത്താണ്. പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിംപ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നു കുടിച്ചു ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങാണെ എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക, നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജാസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിനൊരു എഴുത്ത് കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി: ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റ് മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ളൊരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രു സൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിൻ്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു. യോവാബ് ആളയച്ച യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു. അവൻ ദൂതന് നിർദ്ദേശം നൽകി. യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്ന് യുദ്ധം ചെയ്തതെന്തിന്? മതിലിൽ നിന്നും കൊണ്ട് അവർ എയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു.
യെരുബ്ബേഷത്തിൻ്റെ മകനായ അബിമലേക്ക് മരിച്ചത് എങ്ങനെയെന്നറിഞ്ഞുകൂടെ? തേബേസിൽ വെച്ച് മതിലിൽ നിന്നുകൊണ്ടൊരു സ്ത്രീ തിരികല്ല് അവൻ്റെ മേലിട്ടതുകൊണ്ടല്ലേ? നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ നിന്റെ ഹിത്യനായ ദാസൻ ഉറിയായും മരിച്ചു എന്ന് നീ പറയണം. ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവീദിനോട് പറഞ്ഞു, ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു. അവർ നഗരത്തിൽ നിന്നും പുറപ്പെട്ട് വെളിം പ്രദേശത്ത് നമുക്കെതിരെ വന്നു. പക്ഷേ നഗരവാതിൽക്കലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു. അപ്പോൾ അവർ മതിലിൽ നിന്നും നമ്മുടെ നേരെ അമ്പയച്ചു. തിരുമേനി, അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു. അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു. ദാവീദ് ദൂതനോട് കൽപ്പിച്ചു, ഇതുകൊണ്ട് അതിരാഗരുതേ. ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല. ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്ത് കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക. ഭർത്താവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഉറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി. നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു. 12-ാം അധ്യായം. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാനും വളരെ അധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അതവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അതവന് മകളെപ്പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവനു വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്ന് ഭക്ഷണം ഒരുക്കാൻ ധനവാനും മനസ്സിലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കിക്കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിൻ്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി. അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിൻ്റെയും യൂദയായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിൻ്റെ കൺമുൻപിൽ വെച്ച് ഞാൻ നിൻ്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുൻപിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദാവീദ് അനുതപിക്കുന്നു. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവനത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. 7-ാം ദിവസം കുഞ്ഞു മരിച്ചു. ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു. അവർ തമ്മിൽ പറഞ്ഞു, കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല. കുഞ്ഞു മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കും. സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് ദാവീദ് മനസ്സിലാക്കി. കുഞ്ഞു മരിച്ചുവോ? അവൻ തിരക്കി. ഉവ്വേ, കുട്ടി മരിച്ചു, അവർ പറഞ്ഞു. അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു. അവർ വിളമ്പി. അവൻ ഭക്ഷിച്ചു. ദാവീദിൻ്റെ ദാസന്മാർ
ചോദിച്ചു, ഈ ചെയ്തതെന്തേ? കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ചു കരഞ്ഞു, കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ചു കരഞ്ഞു. ശരി തന്നെ, കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്? കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാവുമോ? ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് വരികയില്ല. പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബത്ശേബയെ ആശ്വസിപ്പിച്ചു. അവൻ അവളെ പ്രാപിച്ചു. അവളൊരു മകനെ പ്രസവിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീദിയ എന്ന് പേരിട്ടു. യോവാബ് അമ്മോന്യരുടെ റബ്ബ ആക്രമിച്ചു രാജകീയ പട്ടണം പിടിച്ചെടുത്തു. അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു, ഞാൻ റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചെടുക്കുക. അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചെടുക്കുകയും അതെൻ്റെ പേരിൽ ഇടയാവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച് റബ്ബയിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം തലയിൽ നിന്നെടുത്തു. 1 താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത്. ഒരു രത്നവും അതിൽ പതിച്ചിരുന്നു. ദാവീദ് ആ കിരീടം അണിഞ്ഞും അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു. നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു. അറക്കവാൾ, മൺവെട്ടി, കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ച് ഇഷ്ടികച്ചൂളയിലും അവരെ ജോലിക്കാക്കി. മറ്റ് അമ്മോന്യൻ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു. അതിനുശേഷം ദാവീദും ആളുകളും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അമ്നോനും താമറും. ദാവീദിൻ്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിൻ്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിൻ്റെ സഹോദരൻ ഷിമെയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. അവൻ അമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്ഥനായി കാണപ്പെടുന്നതെന്തേ? എൻ്റെ സഹോദരൻ അബ്സലോമിൻ്റെ സഹോദരി താമറിനെ ഞാൻ സ്നേഹിക്കുന്നു. അമ്നോൻ മറുപടി പറഞ്ഞു, യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ച് കിടക്കുക. നിൻ്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ സഹോദരി താമർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ അമ്നോൻ രോഗം നടിച്ച് കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എൻ്റെ സഹോദരി താമർ വന്ന് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പിത്തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമറിൻ്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞു, നിൻ്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമർ തൻ്റെ സഹോദരൻ അമ്നോൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുകയെ അടച്ചിട്ടു. അവൾ അത് വറചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമറിനോട് പറഞ്ഞു, നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുവരിക. താമർ അടയെടുത്ത് തൻ്റെ സഹോദരനായ അമ്നോൻ്റെ മുറിയിൽ ചെന്നു. അവൾ അതുകൊണ്ട് അടുത്തെത്തിയപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി, എൻ്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷർത്തലം പ്രവർത്തിക്കരുതേ. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു, അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി. അപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക. അമ്നോൻ അവളോട് പറഞ്ഞു, ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അവൾ പറഞ്ഞു. എങ്കിലും അവൻ അത് ശ്രദ്ധിച്ചില്ല. തൻ്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എൻ്റെ മുൻപിൽ നിന്നും പുറത്താക്കി വാതിലടയ്ക്കുക. താമർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. ഭൃത്യൻ അവളെ പുറത്താക്കി വാതിലടച്ചു. താമർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ചുറക്കം നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ അമ്നോൻ നിൻ്റെ കൂടെയായിരുന്നുവോ?
ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക, അവൻ നിൻ്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുതേ. അങ്ങനെ താമർ സഹോദരനായ അബ്സലോമിൻ്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാകിനിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു. അബ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തൻ്റെ സഹോദരി താമറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിൻ്റെ പ്രതികാരം. 2 വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിനടുത്ത് ബാൽഹസോറിൽ വെച്ച് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു. രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, തിരുമേനി, എൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്, അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം. ഇല്ല മകനെ, ഞങ്ങളെല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി തീരും. രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവനും മംഗളം നേർന്നു. അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ, അവൻ പോരുന്നത് എന്തിനെ? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റ് രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനില്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർക്കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അബ്സലോം അവരെയെല്ലാം കൊന്നു. ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിൻ്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ ദാവീദിൻ്റെ സഹോദരൻ ഷിമെയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തൻ്റെ സഹോദരി താമറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അബ്സലോം ചിരുന്നു വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അബ്സലോം ഓടിപ്പോയി. ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹൊറോണയീമിൽ നിന്നുള്ള പാത വഴി മലയിറങ്ങി വരുന്നത് കാവൽഭടന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു. അവൻ ഇത് പറഞ്ഞു തീർന്ന ഉടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്ക നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി. അമ്മീഹൂദിൻ്റെ മകൻ ഗഷൂർ രാജാവായ തൽമായുടെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ അമ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോൻ്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു.